ഈ ഗട്ട് ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഒരു പരിധിവരെ കണക്റ്റഡ് ആണല്ലോ. സോ ഒരു ബെറ്റർ ഗട്ട് ഹെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഒരു ഹാബിറ്റാണ് ആയുർവേദ ലൈഫ് സ്റ്റൈൽ സജസ്റ്റ് ചെയ്യുന്നത്? ഗട്ട് ഹെൽത്തിന് വേണ്ടിക്കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഠരാഗ്നി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പവർ, ഫയർ, അതിനാണ് നമ്മൾ പറയുക. അത് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, പ്രോപ്പറായിട്ടുള്ള സമയത്തുള്ള ഭക്ഷണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സമയം തെറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സർക്കേഡിയം റിതമുണ്ട്, അതായത് നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഓർഗൻസും പ്രവർത്തിക്കുന്ന ഒരു സമയം പോലെ. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്. ഓരോ 3 to 4 hours നമ്മൾ ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കേണ്ടത്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിശപ്പ് തീർച്ചയായിട്ടും വന്നിരിക്കണം. അതാണ് ഗുഡ് സൈൻ ഓഫ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഫിക്സ് ചെയ്യുക, ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിക്കുക. അതേപോലെ ആവശ്യത്തിന് കഴിക്കുക. ഒരു ക്വാണ്ടിറ്റി, ഇപ്പോൾ ഒരു ഫുൾ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം കഴിക്കണം എന്ന് നിർബന്ധമല്ല. അത് ഓരോരുത്തർക്ക് രീതിയായിരിക്കും. ചിലപ്പോൾ പകുതി ആയിരിക്കും, ചിലപ്പോൾ കാൽഭാഗം ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് മാത്രം കഴിക്കുക. എപ്പോഴും വയറിലൊരു ഹെവി ഫീൽ, അതായത് ഒരു ഫുൾ ഫീൽ വരുത്താതെ ലൈറ്റായിട്ട് കഴിക്കുക. അതേപോലെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതായത് ഭക്ഷണത്തിൻ്റെ കൂടെയല്ല, ഇടപെട്ട സമയങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 liters വെള്ളം ഡെയിലി കുടിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഗട്ട് ഹെൽത്ത് ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാം.